Dear students, today we are going to discuss liquidity ratios. Okay, അപ്പോൾ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ റേഷ്യോസിൻ്റെ ടൈപ്സ് പറഞ്ഞു. അപ്പോൾ അക്കോർഡിംഗ് ടു ഫംഗ്ഷൻസ് നമ്മൾ റേഷ്യോനെ 5 ക്ലാസിഫിക്കേഷൻസ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള ലിക്വിഡിറ്റി റേഷ്യോസ് ഏതൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു വീഡിയോയിൽ വാട്ട് ഈസ് ലിക്വിഡിറ്റി റേഷ്യോ നോക്കാം, ഏതൊക്കെയാണ് ലിക്വിഡിറ്റി റേഷ്യോസ് എന്ന് നോക്കാം. ഓക്കെ, വാട്ട് ഈസ് ലിക്വിഡിറ്റി റേഷ്യോ അല്ലേ? അപ്പോൾ ലിക്വിഡിറ്റി എന്താണ് ആദ്യം നമുക്ക് നോക്കാം. ഓക്കെ, liquidity refers to the firm's ability to pay the current liability out of current asset അല്ലേ? അപ്പോൾ ലിക്വിഡിറ്റി പറഞ്ഞാൽ എന്താണ്? ഒരു കമ്പനീൻ്റെ എബിലിറ്റി ടു പേ എന്താണ്? കറണ്ട് ലയബിലിറ്റി പേ ചെയ്യാനുള്ള കമ്പനീൻ്റെ എബിലിറ്റി ഔട്ട് ഓഫ് ഇറ്റ്സ് കറണ്ട് അസറ്റ്സ് അല്ലേ? കറണ്ട് അസറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് ഒരു കമ്പനീൻ്റെ കറണ്ട് ലയബിലിറ്റി പേ ചെയ്യാനുള്ള എബിലിറ്റീനെയാണ് ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. എന്താണ്? ലിക്വിഡിറ്റി റെഫേഴ്സ് ടു ഫേംസ് എബിലിറ്റി ടു പേ കറണ്ട് ലയബിലിറ്റീസ് ഔട്ട് ഓഫ് കറണ്ട് അസറ്റ്സ്. അപ്പോൾ എന്താണ് കറണ്ട് ലയബിലിറ്റി, എന്താണ് കറണ്ട് അസറ്റ്സ്? നമ്മൾ കൊമേഴ്സ് സ്റ്റുഡൻസ് ആണ് അല്ലേ? അപ്പോൾ എന്താണ് കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റി ഒക്കെ നിങ്ങൾ +1 +2 മുതലേ പഠിക്കുന്നതാണ്. അപ്പോൾ എന്താണ് കറണ്ട് അസറ്റ്സ്, എന്താണ് കറണ്ട് ലയബിലിറ്റി? കറണ്ട് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി, ഒരു ഓർഗനൈസേഷൻ ഷോർട്ട് പീരീഡിലേക്ക് കൊടുത്തു തീർക്കാനുള്ള, വിത്തിൻ 1 ഇയറിൻ്റെ ഉള്ളിൽ കൊടുത്തു തീർക്കാനുള്ള ലയബിലിറ്റി അല്ലെങ്കിൽ അവരുടെ ബാധ്യതയാണിത് കറണ്ട് ലയബിലിറ്റി എന്ന് പറയുന്നത്. ഇതിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണ്? സൺട്രി ക്രെഡിറ്റേഴ്സ് അല്ലേ, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ബിൽസ് പേയബിൾ, ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, ഷോർട്ട് ടൈം അഡ്വാൻസസ്, അതൊക്കെ എന്താണ്? കറണ്ട് ലയബിലിറ്റിയാണ്. അപ്പോൾ കറണ്ട് അസറ്റ് എന്തായിരിക്കും? ഒരു ഷോർട്ട് പീരീഡിൽ കമ്പനിക്ക് കിട്ടാനുള്ള എന്തൊക്കെയാണോ അതൊക്കെയാണ് കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത്. ക്യാഷ് ആയിട്ടോ കിട്ടാനുള്ളതാണ് എന്ത്? കറണ്ട് അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സൺട്രി ഡെപ്റ്റേഴ്സ് അതിൽ വരും, ബിൽസ് റിസീവബിൾ വരും, ക്യാഷ് ഇൻ ഹാൻഡ് വരും, ക്യാഷ് അറ്റ് ബാങ്ക് വരും അല്ലേ? കമ്പനിക്ക് ഷോർട്ട് പീരീഡിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണൊക്കെ അല്ലേ? ക്യാഷ് ഇൻ ബാങ്ക്, ക്യാഷ് അറ്റ് ഹാൻഡ്, ബിൽസ് റിസീവബിൾ, സൺട്രി ഡെപ്റ്റേഴ്സ്, പ്രീപെയ്ഡ് ആയിട്ടുള്ള ഐറ്റംസ് ഉണ്ടെങ്കിൽ അത് വരും അല്ലേ? പിന്നെ വർക്കിംഗ് പ്രോഗ്രസ്, ഇതൊക്കെയാണ് എന്ത്? കറണ്ട് അസറ്റായിട്ട് വരുന്നത്. അപ്പോൾ ലിക്വിഡിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കമ്പനീൻ്റെ കറണ്ട് അസറ്റ് ഉപയോഗിച്ചുകൊണ്ട് കറണ്ട് ലയബിലിറ്റി പേ ചെയ്യാനുള്ള കമ്പനീൻ്റെ അല്ലെങ്കിൽ ഓർഗനൈസേഷൻ്റെ എബിലിറ്റിയാണ് എന്ത്? ലിക്വിഡിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലിക്വിഡിറ്റി മെഷർ ചെയ്യാൻ, ലിക്വിഡിറ്റി മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ കമ്പ്യൂട്ട് ചെയ്യുന്ന റേഷ്യോ ആണ് എന്ത്? ലിക്വിഡിറ്റി റേഷ്യോസ് എന്ന് പറയുന്നത്. ലിക്വിഡിറ്റി റേഷ്യോ എന്ന് നോക്കാം. ലിക്വിഡിറ്റി റേഷ്യോ യൂസ്ഡ് ടു മെഷർ ദ ലിക്വിഡിറ്റി പൊസിഷൻ ഓർ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ. ഒരു കമ്പനീൻ്റെ ലിക്വിഡിറ്റി പൊസിഷൻ അല്ലെങ്കിൽ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന റേഷ്യോസിനെയാണ് ലിക്വിഡിറ്റി റേഷ്യോസ് എന്ന് പറയുന്നത്. വേറെ എന്ന് പറയുന്നത് ലിക്വിഡിറ്റി റേഷ്യോ യൂസ്ഡ് ടു മെഷർ ദ ഷോർട്ട് ടേം ഡെപ്റ്റ് പേയിങ് എബിലിറ്റി ഓഫ് ഫേം, ഇങ്ങനെയും പറയാം അല്ലേ? ഷോർട്ട് ടേം ഡെപ്റ്റ് പേയിങ് എബിലിറ്റി, ഷോർട്ട് ടേം ഡെപ്റ്റ് എന്ന് പറഞ്ഞാൽ കറണ്ട് ലയബിലിറ്റി പേ ചെയ്യാനുള്ള കമ്പനീൻ്റെ എബിലിറ്റി മെഷർ ചെയ്യുന്ന റേഷ്യോ ആണ് എന്ത്? ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, ചുരുക്കി പറഞ്ഞാൽ ലിക്വിഡിറ്റി റേഷ്യോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലിക്വിഡിറ്റി റേഷ്യോസ് യൂസ്ഡ് ടു മെഷർ ദ ലിക്വിഡിറ്റി പൊസിഷൻ ഓർ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് എ ഫേം ഓർ ടു മെഷർ ദ ഷോർട്ട് ടേം ഡെപ്റ്റ് പേയിങ് എബിലിറ്റി ഓഫ് എ ഫേം. അതാണ് എന്ത്? ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. ഒരു കമ്പനീൻ്റെ ഷോർട്ട് ടേം ലിക്വിഡിറ്റി അല്ലെങ്കിൽ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ ഷോർട്ട് ടേം ഡെപ്റ്റ് പേയിങ് എബിലിറ്റി മെഷർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന റേഷ്യോ ആണ് എന്ത്? ലിക്വിഡിറ്റി റേഷ്യോസ് എന്ന് പറയുന്നത്. ലിക്വിഡിറ്റി മീൻസ് എന്താണ്? ലിക്വിഡിറ്റി റെഫേഴ്സ് എന്താണ്? ദ ഫേംസ് എബിലിറ്റി ടു പേ ദ കറണ്ട് ലയബിലിറ്റീസ് ഔട്ട് ഓഫ് കറണ്ട് അസറ്റ്സ്. ഓക്കെ, ദെൻ ലിക്വിഡിറ്റി റേഷ്യോസ് ആർ മെയിൻലി ക്ലാസിഫൈഡ് ഇൻ ടു 2: കറണ്ട് റേഷ്യോ ആൻഡ് ക്വിക്ക് റേഷ്യോ. കറണ്ട് റേഷ്യോ ഉണ്ട്, ക്വിക്ക് റേഷ്യോ ഉണ്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ കറണ്ട് റേഷ്യോ എന്താണെന്നും അല്ലേ, അതായത് ലിക്വിഡിറ്റി റേഷ്യോയിലെ ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള കറണ്ട് റേഷ്യോ എന്താണെന്നും അതിൻ്റെ ഒരു പ്രോബ്ലമാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് കറണ്ട് റേഷ്യോ എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. വാട്ട് ഈസ് കറണ്ട് റേഷ്യോ? കറണ്ട് റേഷ്യോ ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് കറണ്ട് അസറ്റ്സ് ടു കറണ്ട് ലയബിലിറ്റി. കറണ്ട് അസറ്റ്സിനോടും കറണ്ട് ലയബിലിറ്റീൻ്റെയും റേഷ്യോനെ നമുക്ക് എന്ത് പറയാം? കറണ്ട് റേഷ്യോ എന്ന് പറയാം. ദിസ് റേഷ്യോ ഓഫ് കറണ്ട് അസറ്റ്സ് ടു കറണ്ട് ലയബിലിറ്റി. ഇറ്റ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ്. ഓക്കെ, ഒരു കറണ്ട് അസറ്റ്സിൻ്റെയും കറണ്ട് ലയബിലിറ്റിൻ്റെയും റിലേഷൻഷിപ്പിനെ കാണിക്കുന്ന റേഷ്യോ ആണെന്ത്? കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് ഒബ്ജക്റ്റീവ് ഈസ് ടു മെഷർ ദ ഫേംസ് എബിലിറ്റി ടു പേ ഇറ്റ്സ് ലയബിലിറ്റീസ് ഔട്ട് ഓഫ് കറണ്ട് അസറ്റ്സ്. കറണ്ട് അസറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് കറണ്ട് ലയബിലിറ്റി പേ ചെയ്യാനുള്ള കമ്പനീൻ്റെ എബിലിറ്റിയാണ് ഇവിടെ മെഷർ ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ റേഷ്യോ ബിറ്റ്വീൻ കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ്
ആൻഡ് കറണ്ട് റേഷ്യോ ഈസ് ഓൾസോ കോൾഡ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ ഓർ ബാങ്കേഴ്സ് റേഷ്യോ. കറണ്ട് റേഷ്യോ ഈസ് ഓൾസോ കോൾഡ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ ഓർ ബാങ്കേഴ്സ് റേഷ്യോ. എന്നോട് ഒരു ഇക്വേഷൻ പറയുന്നുണ്ട്, കറണ്ട് റേഷ്യോ ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ് അല്ലേ. അപ്പോൾ നമ്മൾ കറണ്ട് റേഷ്യോ എങ്ങനെ കമ്പ്യൂട്ട് ചെയ്യുക? ഇക്വേഷൻ എന്താണ്? കറണ്ട് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ് അല്ലേ. അപ്പോൾ ഈ ഇക്വേഷനിൽ തന്നെ നമുക്ക് അതിൻ്റെ മീനിങ്ങിലേക്ക് വരാം. എന്താണ്? കറണ്ട് റേഷ്യോ ഈസ് ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് കറണ്ട് അസറ്റ്സ് ടു കറണ്ട് ലയബിലിറ്റീസ് അല്ല. ആ ഇക്വേഷൻ അതിൻ്റെ മീനിങ്ങിലേക്ക് വരാം നമുക്ക് അല്ലേ. കറണ്ട് റേഷ്യോ ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ്സ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി ആണ് ഇക്വേഷൻ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? കറണ്ട് റേഷ്യോ ഡിഫൈൻഡ് ആസ് ദ റേഷ്യോ ഓഫ് കറണ്ട് അസറ്റ്സ് ടു കറണ്ട് ലയബിലിറ്റീസ് അല്ല. നമുക്ക് ഇങ്ങനെയും പറയാം. എന്താണ്? ഇറ്റ് ഷോസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ കറണ്ട് അസറ്റ്സ് ആൻഡ് കറണ്ട് ലയബിലിറ്റീസ് അല്ല, അങ്ങനെയും പറയാം. ഇതിന് വേണ്ടി നമുക്ക് എന്ത് പറയാം? അതിൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ്? ദ ഒബ്ജക്റ്റീവ് ഓഫ് കറണ്ട് റേഷ്യോ ഈസ് ടു മെഷർ ദ ഫേംസ് എബിലിറ്റി ടു പേ കറണ്ട് ലയബിലിറ്റീസ് ഔട്ട് ഓഫ് കറണ്ട് അസറ്റ്സ്. ഓക്കെ. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ ഓർ ബാങ്കേഴ്സ് റേഷ്യോ. Then generally the current ratio 2:1 is considered as satisfactory. നമ്മളൊരു കറണ്ട് റേഷ്യോ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ 2:1 ആണ് എന്ത് സ്റ്റാൻഡേർഡ് ആയിട്ട് പറയുന്നത്. അതായത് കറണ്ട് ലയബിലിറ്റീൻ്റെ ട്വൈസെങ്കിലും വേണം എന്ത് കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത്. അവിടെ സ്റ്റാൻഡേർഡ് ആയിട്ട് പറയുന്നത് 2:1 ആണ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 2:1 എന്ന് പറഞ്ഞാൽ ഈ 2 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കറണ്ട് അസറ്റിനെയും 1 ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കറണ്ട് ലയബിലിറ്റിയാണ് അല്ലേ. കറണ്ട് അസറ്റ്സ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റി. അപ്പോൾ 2 എന്ന് പറയുന്നത് കറണ്ട് അസറ്റ്സും 1 എന്ന് പറയുന്നത് കറണ്ട് ലയബിലിറ്റിയാണ്. അപ്പോൾ ഈ 2:1 ആണ് സ്റ്റാൻഡേർഡ് ആയിട്ട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ടറി ആയിട്ട് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കറണ്ട് ലയബിലിറ്റീൻ്റെ ട്വൈസ് അല്ലെങ്കിൽ 2 മടങ്ങെങ്കിലും വേണം എന്ത് കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ കറണ്ട് ലയബിലിറ്റി 1 lakh ആണെങ്കിൽ കറണ്ട് അസറ്റ്സ് എന്ത് വേണം? 2 lakh വേണം അല്ലേ. അതായത് കറണ്ട് ലയബിലിറ്റീൻ്റെ ട്വൈസ് ആയിരിക്കണം കറണ്ട് അസറ്റ്സ്. അതാണ് സാറ്റിസ്ഫാക്ടറി എന്ന് പറയുന്നത്. അതായത് ഒരു കമ്പനീൻ്റെ സാറ്റിസ്ഫാക്ടറി ലെവൽ എന്ന് പറയുന്നത് കറണ്ട് റേഷ്യോ കാണുമ്പോൾ കറണ്ട് ലയബിലിറ്റീൻ്റെ 2 മടങ്ങ് അല്ലെങ്കിൽ ട്വൈസ് ആയിരിക്കണം എന്ത് കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ സപ്പോസ് കറണ്ട് അസറ്റ്സ് 1 lakh ആണെങ്കിൽ കറണ്ട് ലയബിലിറ്റി 1 lakh ആണെങ്കിൽ കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത് 2 lakh എങ്കിലും വേണം എന്നാണ് ഇവിടെ സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഐഡിയൽ ഓർ സാറ്റിസ്ഫാക്ടറി ലെവലായിട്ട് ഇവിടെ പറയുന്നത്. അതായത് ഒരു കറണ്ട് റേഷ്യോ, ഒരു കമ്പനീൻ്റെ കറണ്ട് റേഷ്യോ എന്ന് പറയുന്നത് 2:1 ആയിരിക്കണം. അതാണ് ഒരു സാറ്റിസ്ഫാക്ടറി ലെവൽ എന്ന് പറയുന്നത്. അതായത് കറണ്ട് ലയബിലിറ്റീൻ്റെ ട്വൈസ് ആയിരിക്കണം കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഇവിടെ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? കറണ്ട് റേഷ്യോ ആദ്യം തന്നെ നമുക്ക് ഇക്വേഷൻ നോക്കാം. Current ratio is equal to current assets divided by current liabilities. Okay, we can define the current ratio while seeing the equation. അല്ലേ, നമുക്ക് എങ്ങനെ പറയാം? Current ratio is defined as the ratio of current liabilities. The ratio of current assets to current liabilities. And current ratio used to describe the relationship between current assets and current liability. Then നമുക്ക് എന്ത് പറയാം? The objective of current ratio is to measure the firm's ability to pay current liabilities out of current assets. Then it is also called working capital ratio and bankers ratio. Generally current ratio 2:1 is considered as satisfactory, which means എന്താണ്? Current assets must be at least twice while compared to current liability. കറണ്ട് ലയബിലിറ്റിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ ഡബിൾ എങ്കിലും വേണം എന്ത് കറണ്ട് അസറ്റ്സ് എന്ന് പറയുന്നത്. അതാണ് സാറ്റിസ്ഫാക്ടറി ലെവലായിട്ട് ഇവിടെ പറയുന്നത്. ഓക്കെ. അപ്പോൾ നമുക്ക് പ്രോബ്ലം ചെയ്യണമെങ്കിൽ എന്തറിഞ്ഞാൽ മതി? കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റീസും ഏതൊക്കെയാണെന്ന് അറിഞ്ഞാൽ മതി. ഓക്കെ. അപ്പോൾ എന്തൊക്കെയാണ് കറണ്ട് അസറ്റ്സിൽ വരുന്നത്? ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക്, ഡെപ്റ്റേഴ്സ്, ബിൽസ് റിസീവബിൾ, സ്റ്റോക്ക്, വർക്കിംഗ് പ്രോഗ്രസ്, ഷോർട്ട് ടേം ആയിട്ടുള്ള എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ അത്, ഷോർട്ട് ടേം മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ് ഉണ്ടെങ്കിൽ അത്, അല്ലേ? ഇത്രയും കാര്യങ്ങളാണ് കറണ്ട് അസറ്റ്സിൽ വരുന്നത്. അപ്പോൾ കറണ്ട് ലയബിലിറ്റീസ് ഏതൊക്കെയാണ്? ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ്, ബിൽസ് പേയബിൾ, സൺഡ്രി ക്രെഡിറ്റേഴ്സ്, ഷോർട്ട് ടേം അഡ്വാൻസസ് ഉണ്ടെങ്കിൽ അത്, ഡിവിഡൻഡ് പേയബിൾ, പ്രൊവിഷൻ ഫോർ ടാക്സ്, ഇതൊക്കെയാണ് നമ്മൾ കറണ്ട് ലയബിലിറ്റി ആയിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞാൽ ഏതൊക്കെയാണ് കറണ്ട് അസറ്റ്സ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം, അതുപോലെ തന്നെ ഏതൊക്കെയാണ് കറണ്ട് ലയബിലിറ്റീസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. എന്നാൽ മാത്രമേ നമുക്ക് ഈ പ്രോബ്ലത്തിലെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ എന്തായിരുന്നു? കറണ്ട് റേഷ്യോ ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ്സ് ഡിവൈഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. ഓക്കെ. ഇത് നമുക്കൊരു ചെറിയൊരു
പ്രോബ്ലം ചെയ്ത് നോക്കാം കറണ്ട് റേഷ്യോൻ്റെ. ഓക്കെ, ഞാൻ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ഫ്രം ദ ഫോളോയിങ് ഇൻഫർമേഷൻ കാൽക്കുലേറ്റ് കറണ്ട് റേഷ്യോ. എന്തൊക്കെ ഇൻഫർമേഷൻസ് വന്നിട്ടുള്ളത് നോക്കാം. മെഷീനറി 2,50,000, പ്രീപെയ്ഡ് എക്സ്പെൻസസ് 2,000, സൺട്രി ഡെപ്റ്റേഴ്സ് 1,67,500, ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് അറ്റ് ബാങ്ക് 15,500, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് 20,000, സൺട്രി ക്രെഡിറ്റേഴ്സ് 1,50,000, സ്റ്റോക്ക് 1,45,000, ബിൽസ് പേയബിൾ 38,000, എക്സ്പെൻസസ് പേയബിൾ 12,000, ലോങ് ടേം ലോൺസ് 75,000. നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? കറണ്ട് ലയബിലിറ്റി കറണ്ട് റേഷ്യോ കമ്പ്യൂട്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഓരോ ഐറ്റംസ് ഇങ്ങനെ വായിക്കുന്ന സമയത്ത് നമ്മളത് ആ ഐറ്റം എന്താണ് എന്ന് ആലോചിക്കുക. ഓക്കെ, നമ്മുടെ ഈ ഒരു പ്രോബ്ലം ചെയ്യണമെങ്കിൽ നമ്മുടെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? കറണ്ട് അസറ്റ്സും കറണ്ട് ലയബിലിറ്റിയിൽ ബാലൻസ് ഷീറ്റിലുള്ള ഓരോ ഐറ്റംസും എന്താണെന്ന് മനസ്സിലാക്കണം ആദ്യം. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യനിൽ ആദ്യം തന്നിട്ടുള്ള ഐറ്റം മെഷീനറിയാണ്. മെഷീനറി കറണ്ട് അസറ്റ്സ് ആണോ? മെഷീനറി ഈസ് എ ഫിക്സഡ് അസറ്റ് അല്ലേ? മെഷീനറി ലോങ് ടേമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ മെഷീനറി ഫിക്സഡ് അസറ്റ്സ് ആണ്, നമുക്ക് പ്രോബ്ലത്തിലേക്ക് ആവശ്യമില്ല. ദെൻ പ്രീപെയ്ഡ് എക്സ്പെൻസസ്. പ്രീപെയ്ഡ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മുൻകൂട്ടിയിട്ട് എക്സ്പെൻസസ് പേ ചെയ്യുന്നതാണ് പ്രീപെയ്ഡ് അല്ലേ? മുൻകൂട്ടി പേ ചെയ്യുന്നതാണ്. അങ്ങനെ പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് എ കറണ്ട് അസറ്റ്സ്. അത് കറണ്ട് അസറ്റ്സ് ആണ്. പ്രീപെയ്ഡ് എക്സ്പെൻസ് കറണ്ട് അസറ്റ്സ് ആണ്. സൺട്രി ഡെപ്റ്റേഴ്സ്. സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? നമ്മൾ നമ്മുടെ ഫേമിൽ നിന്ന് കടത്തിന് സാധനം വാങ്ങി പോകുന്ന ആളല്ലേ? നമ്മൾ സെയിൽ ചെയ്തു, ക്രെഡിറ്റിന് സെയിൽ ചെയ്തു. അപ്പോൾ എന്താണ്? കമ്പനിക്ക് ക്യാഷ് തരാനുള്ള ആൾക്കാരാണ് അല്ലേ? പ്രോഡക്റ്റ് കടത്തിന് വാങ്ങിക്കൊണ്ടുപോയ ആൾക്കാരാണ്. അപ്പോൾ അവരെന്താണ്? കറണ്ട് അസറ്റ്സ് ആണ് സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. ദെൻ ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക്. ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്കും കറണ്ട് അസറ്റ്സ് ആണ്. ദെൻ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്. ഷോർട്ട് പീരിയഡിലേക്ക് വിത്തിൻ 1 ഇയറിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് റിക്കളക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടെങ്കിൽ അത് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് എ കറണ്ട് അസറ്റ്സ്. ലോങ് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണെങ്കിലോ ഫിക്സഡ് അസറ്റ് ആണ്. ഓക്കെ, അത് നമ്മൾ കറണ്ട് അസറ്റിൽ കൂട്ടില്ല. അപ്പോൾ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് കറണ്ട് അസറ്റ് ആണ്. ദെൻ സൺട്രി ക്രെഡിറ്റേഴ്സ്. സൺട്രി ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കറണ്ട് അസറ്റ്സ് ആണോ കറണ്ട് ലയബിലിറ്റി ആണോ? സൺട്രി ക്രെഡിറ്റേഴ്സ് മീൻസ് സപ്ലയേഴ്സ് അല്ലേ? നമുക്ക് എന്താണ്? ക്രെഡിറ്റിന് റോ മെറ്റീരിയൽസ് ഒക്കെ സപ്ലൈ ചെയ്യുന്ന ആൾക്കാരാണെന്ത്? ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. കമ്പനി അവർക്ക് പൈസ കൊടുക്കാനുണ്ട്, ക്യാഷ് കൊടുക്കാനുണ്ട്. അങ്ങനെയുള്ള ആൾക്കാരെന്താണ്? കോൾഡ് കറണ്ട് ലയബിലിറ്റി. ദെൻ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് വിൽക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. അതെന്താണ്? സ്റ്റോക്ക് എന്ന് പറയുന്നത് എന്താണ്? കറണ്ട് അസറ്റ്സ് ആണ്. ദെൻ ബിൽസ് പേയബിൾ എന്താണ്? കൊടുക്കാനുള്ളതാണ് അല്ലേ? നമ്മളൊരു ബില്ല് ഓൾറെഡി ഇഷ്യൂ ചെയ്തിട്ടുണ്ട്, അതെന്താണ്? ആ ടൈം ആവുന്ന സമയത്ത് നമ്മൾ പേ ചെയ്യേണ്ടി വരും. അപ്പോൾ ബിൽസ് പേയബിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? കറണ്ട് ലയബിലിറ്റിയാണ്. എക്സ്പെൻസസ് പേയബിൾ കറണ്ട് ലയബിലിറ്റിയാണ് അല്ലേ? എക്സ്പെൻസ് കൊടുക്കാനുണ്ട്, കൊടുത്തിട്ടില്ല, അതാണ് എക്സ്പെൻസസ് പേയബിൾ ഇസ് എ കറണ്ട് ലയബിലിറ്റി. ദെൻ ലോങ് ടേം ലോൺസ്. ലോങ് ടേം ലോൺ എന്ന് പറയുന്നത് കറണ്ട് ലയബിലിറ്റി ആണോ? അല്ല, അത് ലോങ് ടേം ലയബിലിറ്റി ആണ് അല്ലേ? അപ്പോൾ ഇതിൽ കറണ്ട് അസറ്റ്സ് ഏതൊക്കെയാണ്, കറണ്ട് ലയബിലിറ്റി ഏതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കി. ഇനി നമ്മൾ ആ ഇക്വേഷൻസ് എഴുതി ആ പ്രോബ്ലത്തിലേക്ക് വരികയാണ്. ഓക്കെ, ഇക്വേഷൻ എന്താണ്? കറണ്ട് റേഷ്യോ ഈസ് ഈക്വൽ ടു കറണ്ട് അസറ്റ്സ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റീസ്. അപ്പോൾ ഏതൊക്കെയാണ് ക്വസ്റ്റ്യൻ തന്നിട്ടുള്ള കറണ്ട് അസറ്റ്സ് നോക്കാം. ഓക്കെ, ഏതൊക്കെയാണ്? മെഷീനറി ഫിക്സഡ് അസറ്റ് ആണ്, വേണ്ട. ഓക്കെ, ദെൻ പ്രീപെയ്ഡ് എക്സ്പെൻസസ് എത്രയാണ്? 2,000. ദെൻ സൺട്രി ഡെപ്റ്റേഴ്സ് എത്ര വന്നിട്ടുള്ളത്? 1,67,500. ദെൻ അടുത്ത ഐറ്റം ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക്. കറണ്ട് അസറ്റ് ആണ് അല്ലേ? ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് അറ്റ് ബാങ്ക് എത്രയാണ്? 15,500. ദെൻ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് കറണ്ട് അസറ്റ് ആണ്. ഓക്കെ, ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് കറണ്ട് അസറ്റ് ആണ് അല്ലേ? ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാണ്? 20,000. ദെൻ സൺട്രി ക്രെഡിറ്റേഴ്സ് കറണ്ട് അസറ്റ് ആണോ? അല്ല, സ്റ്റോക്ക് കറണ്ട് അസറ്റ് ആണ്. എത്രയാണ്? 1,45,000. ദെൻ വേറെ എന്തെങ്കിലും കറണ്ട് അസറ്റ് വന്നിട്ടുണ്ടോ? ഇല്ല. ബിൽസ് പേയബിൾ കറണ്ട് ലയബിലിറ്റി ആണ്. എക്സ്പെൻസ് പേയബിൾ കറണ്ട് ലയബിലിറ്റി ആണ്. ലോങ് ടേം ലോണ് ഫിക്സഡ് ലയബിലിറ്റി ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് കറണ്ട് അസറ്റ്സ് ആയിട്ട് തന്നിട്ടുള്ളത്. അപ്പോൾ കറണ്ട് അസറ്റ്സ് ടോട്ടൽ ചെയ്യുക 3,50,000. ഓക്കെ, ദെൻ അതുപോലെ നമ്മൾ എന്ത് ചെയ്യുക? കറണ്ട് ലയബിലിറ്റീസും കണ്ടുപിടിക്കുക. ഏതായത് കറണ്ട് ലയബിലിറ്റീസ് വന്നിട്ടുള്ള ക്വസ്റ്റ്യനിൽ കറണ്ട് ലയബിലിറ്റി ഏതൊക്കെയാണ്? സൺട്രി
ക്രെഡിറ്റേഴ്സ് വന്നിട്ടുണ്ട് എത്രയാണ് 1,50,000. ദെൻ ബിൽസ് പേയബിൾ വന്നിട്ടുണ്ട് എത്രയാണ് 38,000. ദെൻ എക്സ്പെൻസസ് പേയബിൾ വന്നിട്ടുണ്ട് എത്രയാണ് ഇതും കറണ്ട് ലയബിലിറ്റിയാണ് 12,000. ഇത്രയാണ് നമുക്ക് കറണ്ട് ലയബിലിറ്റീസ് വന്നിട്ടുള്ളത്. ടോട്ടൽ ചെയ്യുമ്പോൾ എത്ര വരും? ടോട്ടൽ ചെയ്യുമ്പോൾ 2 lakh. അപ്പോൾ നമുക്ക് കറണ്ട് അസറ്റും കറണ്ട് ലയബിലിറ്റിയും കിട്ടി. ഓക്കെ, അപ്പോൾ therefore കറണ്ട് റേഷ്യോ ഈസ് ഈക്വൽ ടു എന്താണ്? കറണ്ട് അസറ്റ് ഡിവൈഡഡ് ബൈ കറണ്ട് ലയബിലിറ്റി. കറണ്ട് അസറ്റ്സ് എന്ന് പറഞ്ഞാൽ 3,50,000 ആണ്, ഡിവൈഡഡ് ബൈ 2 lakh. ദാറ്റ്സ് ഈക്വൽ ടു 1.75. ഓക്കെ, അപ്പോൾ നമ്മൾ കറണ്ട് റേഷ്യോ നമ്മൾ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് റേഷ്യോയിലാണ് അല്ലേ, കറണ്ട് റേഷ്യോ ആണ് അല്ലേ. അപ്പോൾ 1.75:1. അങ്ങനെ പറഞ്ഞാൽ കറണ്ട് ലയബിലിറ്റി 1 ആണ്, കറണ്ട് അസറ്റ്സ് 1.75 ആണ്. നമുക്ക് കിട്ടുന്ന ആൻസറിൻ്റെ കൂടെ ആൻസർ 1.75 ആണ്. അതിന് നമ്മൾ എന്താണ് റേഷ്യോ ആക്കുക 1.75:1. കറണ്ട് ലയബിലിറ്റി എപ്പോഴും എന്തായിരിക്കും 1 ആയിരിക്കും. അപ്പോൾ 1.75:1. അപ്പോൾ നമുക്ക് ആൻസർ കിട്ടി എന്താണ്? കറണ്ട് റേഷ്യോ ഈസ് ഈക്വൽ ടു 1.75:1. അങ്ങനെ പറഞ്ഞാൽ അവിടെ എന്താണ് മീൻ ചെയ്യുന്നത്? 1.75:1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ കറണ്ട് ലയബിലിറ്റിക്കും അല്ലേ, ഒരു കറണ്ട് ലയബിലിറ്റിക്ക് 1.75, 1 കറണ്ട് ലയബിലിറ്റിക്ക് 1.75 കറണ്ട് അസറ്റ്സ് ഉണ്ട് അല്ലേ. അതാണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ സ്റ്റാൻഡേർഡ് നമ്മൾ പറഞ്ഞ് 2:1 ആയിരുന്നു നമ്മളുടെ ഐഡിയൽ അല്ലെങ്കിൽ സാറ്റിസ്ഫാക്ടറി എന്ന് പറഞ്ഞ് 2:1 ആയിരുന്നു. അപ്പോൾ അത് 2:1 ബിലോ ആണ് അല്ലേ, 1.75:1 ആണ്. എങ്കിൽ കൂടി ഇവിടെ കറണ്ട് റേഷ്യോ ബെറ്റർ ആണ് അല്ലേ. നമ്മൾ കറണ്ട് റേഷ്യോ നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഫേംസ് എബിലിറ്റി ടു പേ കറണ്ട് ലയബിലിറ്റീസ് ഔട്ട് ഓഫ് കറണ്ട് അസറ്റ്സ് അല്ലേ. കറണ്ട് അസറ്റ്സ് യൂസ് ചെയ്തുകൊണ്ട് കറണ്ട് ലയബിലിറ്റി പേ ചെയ്യാനുള്ള എബിലിറ്റിയാണ് ഇവിടെ നോക്കുന്നത്. അപ്പോൾ ഇവിടെ കമ്പനിക്ക് അതിനുള്ള എബിലിറ്റി ഉണ്ട് അല്ലേ. ഒരു കറണ്ട് ലയബിലിറ്റിക്ക് 1.75 കറണ്ട് അസറ്റ്സ് ഉണ്ട്. അപ്പോൾ ഈസി ആയിട്ട് അവർക്ക് എന്ത് ചെയ്യാം? കറണ്ട് ലയബിലിറ്റി മീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് കമ്പനീൻ്റെ ഷോർട്ട് ടൈം ലിക്വിഡിറ്റി പൊസിഷൻ എന്ന് പറയുന്നത് ഗുഡാണ് അല്ലേ, നല്ലൊരു എബിലിറ്റി ഉള്ളൊരു ഫേം തന്നെയാണ്. കാരണം അവർക്ക് കറണ്ട് ലയബിലിറ്റീസ് എന്താണ് കറണ്ട് അസറ്റ്സിൽ നിന്ന് മീറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. അത് കാരണം എന്താണ്? ഇവിടെ 2 ലക്ഷമാണ് അവർക്ക് കറണ്ട് ലയബിലിറ്റി ഉള്ളത്, 3,50,000 എന്തുണ്ട് കറണ്ട് അസറ്റ്സ് ഉണ്ട്. അപ്പോൾ അവർക്ക് ഈസി ആയിട്ട് എന്ത് ചെയ്യാം? കറണ്ട് ലയബിലിറ്റി മീറ്റ് ചെയ്യാൻ പറ്റും, അതായത് കറണ്ട് ലയബിലിറ്റി കൊടുത്തു തീർക്കാൻ പറ്റും. കാരണം എന്താണ്? കറണ്ട് അസറ്റ്സ് അതിനെക്കാട്ടിലും കൂടുതലുണ്ട്. അത് റേഷ്യോ ആയിട്ട് പറഞ്ഞാൽ 1 കറണ്ട് ലയബിലിറ്റിക്ക് 1.75 കറണ്ട് അസറ്റ്സ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങളിതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ നിങ്ങൾ എഴുതണം. എന്താ നിങ്ങളുടെ ഇൻ്റർപ്രിട്ടേഷൻ എന്തായിരിക്കും? ഫോർ എവരി 1 rupee ഓഫ് കറണ്ട് ലയബിലിറ്റീസ് ദർ ഈസ് 1.75 കറണ്ട് അസറ്റ്സ്. സോ ദ ലിക്വിഡിറ്റി പൊസിഷൻ ഓഫ് കമ്പനി ഈസ് ഗുഡ് അല്ലേ. എന്തുകൊണ്ടാണ് ഗുഡ് എന്ന് പറയാൻ കാരണം? കമ്പനിക്ക് എന്താണ് കറണ്ട് ലയബിലിറ്റി എന്താണ് കറണ്ട് അസറ്റ്സ് കൊണ്ട് മീറ്റ് ചെയ്യാൻ സാധിക്കും. അത് നിങ്ങളത് ഇൻ്റർപ്രിട്ടേഷനായിട്ട് നിങ്ങൾ എഴുതണം പ്രോബ്ലം ചെയ്തതിന് ശേഷം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ലിക്വിഡിറ്റി റേഷ്യോസിലെ കറണ്ട് റേഷ്യോ എന്താണെന്ന് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ ഈ പ്രോബ്ലം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, ക്ലിയർ ചെയ്യുക. ദാറ്റ്സ് ഓൾ ടുഡേ. താങ്ക് യു.